ഹലോ, ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഐ എം എസിൽ വരാൻ പോകുന്ന ചില മാറ്റങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഐ എം എസിൽ ആക്സെപ്റ്റഡ്, റിജക്റ്റഡ്, പെൻഡിങ് ഈ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതാണ് ഐ എം എസ് ഡാഷ്ബോർഡ്. ഇത് ആക്സെപ്റ്റഡ് ബട്ടൺ, ഇത് റിജക്റ്റഡ് ബട്ടൺ, ഇത് പെൻഡിങ്. ഇതിൽ പെൻഡിങ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. നമ്മൾ ആക്ഷൻ എടുക്കാത്ത ഇൻവോയ്സ് ഓട്ടോമാറ്റിക്കലി GSTR 2B കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വരുമായിരുന്നു. ഇനി മുതൽ നമുക്ക് പെൻഡിങ് ഓപ്ഷനും വരുന്നുണ്ട്. കമ്പ്യൂട്ട് GSTR 2B നമ്മൾ തന്നെ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്ത് GSTR 2B ജനറേറ്റ് ചെയ്യണം. അതാണ് ആദ്യത്തെ ചേഞ്ച്. പെൻഡിങ് ഓപ്ഷൻ വരുന്നത് ഈ ഡോക്യുമെന്റ്സിലാണ്. ഒന്നാമത്തത് ക്രെഡിറ്റ് നോട്ട്സ് ഓർ അപ്വേർഡ് അമെൻമെന്റ് ഓഫ് ക്രെഡിറ്റ് നോട്ട്. പിന്നെ വരുന്നത് ഡൗൺവേർഡ് അമെൻമെന്റ് ഓഫ് ക്രെഡിറ്റ് നോട്ട് വേർ ഒറിജിനൽ ക്രെഡിറ്റ് നോട്ട് ഈസ് റിജക്റ്റഡ്. ക്രെഡിറ്റ് നോട്ട് ഒറിജിനൽ ക്രെഡിറ്റ് നോട്ട് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഡൗൺവേർഡ് അമെൻമെന്റിന് ഈ പെൻഡിങ് ഓപ്ഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ ഡൗൺവേർഡ് അമെൻമെന്റ് ഓഫ് ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ട് only where original invoice already accepted and 3B has been filed. മുൻപേ ആക്സെപ്റ്റ് ചെയ്ത ഇൻവോയ്സും അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള 3B ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവോയ്സിൽ വരുന്ന ഡൗൺവേർഡ് അമെൻമെന്റിന് ഈ പെൻഡിങ് ഓപ്ഷൻ വരുന്നതാണ്, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാലാമത്തെ ഡോക്യുമെന്റ് ഈകോ ഡോക്യുമെന്റ് ഡൗൺവേർഡ് അമെൻമെന്റ് ഓൺലി ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററുടെ ഡോക്യുമെന്റ് ഡൗൺവേർഡ് അമെൻമെന്റ് ഓൺലി വേർ ഒറിജിനൽ ആക്സെപ്റ്റഡ് ആൻഡ് 3B ഹാസ് ബീൻ ഫയൽഡ്. ഇതിന്റെ ഒറിജിനൽ ഇൻവോയ്സ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ 3B ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡോക്യുമെന്റിനും പെൻഡിങ് ഓപ്ഷൻ അവൈലബിൾ ആകുന്നതാണ്. നമുക്ക് റെക്കോർഡ്സ് പെൻഡിങ്ങിൽ വെക്കാനുള്ള സമയം ഒരു ടാക്സ് പീരീഡ് ആണ്. അതായത് മന്ത്ലി ഫയലേഴ്സിന് ഒരു ടാക്സ് പീരീഡ് മന്ത് വൈസ്, അതുപോലെ തന്നെ ക്വാർട്ടർലി ടാക്സ് പേയേഴ്സിന് ഒരു ടാക്സ് പീരീഡ് ക്വാർട്ടർ വൈസ്. പിന്നെ രണ്ടാമത്തെ ഒരു ചേഞ്ച് വരുന്നത് ഡിക്ലെയറിംഗ് ITC റിഡക്ഷൻ എമൗണ്ട്. ഇതിൽ ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഓപ്ഷനിൽ ഓരോ ഇൻവോയ്സ് വൈസ് ആയിട്ടാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ പെൻഡിങ്ങിൽ വെക്കുകയോ ചെയ്യുന്നത്. ഏതെങ്കിലും ഇൻവോയ്സ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ITC നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത്രയും എമൗണ്ട് 3Bയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിക്രീസ് ആവുന്നതാണ്. അതുപോലെ തന്നെ IMS ഡാഷ്ബോർഡിൽ ഏതെങ്കിലും ഇൻവോയ്സ് റിജക്ട് ചെയ്തതിനു ശേഷം ഒരു പാർഷ്യൽ ITC നമ്മൾ അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ITC നമ്മൾ 3Bയിൽ റിവേഴ്സ് ചെയ്യേണ്ടതാണ്. ഇനി മുതൽ അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടി IMS ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു ഇൻവോയ്സിൽ തന്നെ പാർഷ്യലായിട്ട് നമുക്ക് ITC റിജക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ GSTR 3Bയിൽ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വരുന്നൊരു കാര്യം, ഓപ്ഷൻ ടു സേവ് റിമാർക്സ്. IMS ഡാഷ്ബോർഡിൽ ഏതെങ്കിലും ഇൻവോയ്സ് നമ്മൾ റിജക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പെൻഡിങ്ങിൽ വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് റിമാർക്സ് ഫില്ല് ചെയ്യാവുന്നതാണ്. നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള റിമാർക്സ് സപ്ലയേഴ്സിന് അവരുടെ IMS ഡാഷ്ബോർഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ചേഞ്ചുകളൊക്കെ ഒക്ടോബർ ടാക്സ് പീരീഡ് മുതൽ GST പോർട്ടലിൽ വരുന്നതാണ്. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.